പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് കേൾക്കാമെങ്കിൽ അപകടം സംബന്ധിച്ച് അങ്ങേക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഞങ്ങൾ ആ സ്പോട്ടിലുണ്ട്. ഇവിടെ ബസ് തല കീഴായിട്ട് ബസ്സിന് മറിയാൻ കാരണം ഓവർ സ്പീഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബോഡി പെറുക്കിയെടുത്ത് കൊണ്ടൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഒരാൾ സീരിയസ് ആണ്. അങ്ങിപ്പോഴാ അപകടം നടന്ന സ്ഥലത്തുണ്ട് അല്ലേ? ഉണ്ട്, ഞങ്ങളുണ്ട്. ഒരാളെ ബസ് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് ഇവിടെ കമ്പിയൊക്കെ പൊട്ടിച്ചിട്ട് ഒരാൾ പുറത്തേക്ക് എടുത്ത് ആളെ നല്ല സീരിയസ് ആണ്. തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഇൽഫോർട്ട് ഹോസ്പിറ്റലിനകത്ത് അമാന ഹോസ്പിറ്റലിലേക്കാണ് മൊത്തത്തിലുള്ള ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങയുടെ പേരെന്താണ്? എന്റെ പേര് കൈക്കൊള്ളി അബ്ദുൾകുട്ടി, കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ്. ഞങ്ങളിവിടെ സ്പോട്ടിലുണ്ട്. ശ്രീ അബ്ദുൾകുട്ടി, ഈ ബസ്സിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നോ? ബസ്സിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. ഓവർ സ്പീഡ് ആയിരുന്നു ബസ്. ബസ് തല കീഴായിട്ട് മറിഞ്ഞതാണ്. ഈ ബസ് പൂർണ്ണമായും തകർന്നു അല്ലേ? അതിന് ഏത് ഭാഗത്താണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ബസ് തല കീഴായിട്ട് മറിഞ്ഞ് പൂർണ്ണമായിട്ട് തകർന്നിക്കണ്. ബസ്സില് ആളുകളെ മൊത്തം പെറുക്കിയെടുത്ത് എല്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ചെയ്തിട്ടുള്ളത്. എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ലാസ്റ്റ് ഒരാളുണ്ടായിരുന്നു. അത് ഫയർഫോഴ്സ് വന്നിട്ട് അതില് കമ്പിയൊക്കെ പൊട്ടിച്ചിട്ട് ആളെ പുറത്തെടുത്ത് ആംബുലൻസ് കൊണ്ടുപോയി. ഈ സ്ഥലത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല, അങ്ങനെ അപകടം സംഭവിച്ച് ഇവിടെ ഉണ്ടാവാറില്ല. ഇത് അപൂർവമായിട്ടുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാവാറുള്ളൂ. ഈ ബസ്സിന് ഓവർ സ്പീഡായിട്ട് വന്നത് കാരണം അപകടം ഉണ്ടായിട്ടുള്ളത്. മറ്റു വാഹനങ്ങളും ആ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലേ? ഒരു കാറ് കൂടി അവിടെ കിടക്കുന്നത് കാണാം തലകീഴായി. അത് നേരത്തെ ഉള്ളൊരു അപകടമാണ്, ഇപ്പോഴല്ല. 2 ദിവസം മുന്നേ സംഭവിച്ച അപകടം. ഈ വാഹനം വന്നിടിച്ചുണ്ടായതല്ല? അല്ല 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 അല്ല. ശരി, ഈ സമയത്ത് മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെ? മറ്റൊരു വാഹനവും ഈ അപകടത്തിൽ പെട്ടിട്ടില്ല? ഇല്ല, മറ്റൊരു അപകടം ഈ ഭാഗത്ത് അടുത്തകാലത്ത് ഉണ്ടായിട്ടില്ല. ഈ ബസ് ഒരു ഭാഗത്തിന് മറ്റും ഇടിച്ചിട്ടില്ല. അങ്ങനത്തെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അത് വലിയ ആശ്വാസകരമാണ്. എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങേക്ക് ലഭിക്കുന്ന വിവരം? അത് കിട്ടിയ ഉള്ള ആളുകൾ മുഴുവൻ പൊറുക്കിയെടുത്തിട്ട് വിറ്റിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കാണ്. കറക്റ്റ് എത്ര ആളുണ്ട് നമുക്ക് ഒറ്റയായി പറയാൻ പറ്റും. ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്? ഇവിടെ ഒന്ന് ഇൽഫോർട്ട് ഹോസ്പിറ്റലുണ്ട്, ഒന്ന് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, ഒന്ന് അമാന ഹോസ്പിറ്റലുണ്ട്. കുറ്റിപ്പുറത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും ആളുകളെ പൊറുക്കിയെടുത്ത് കിട്ടിയ വാഹനം വെച്ചിട്ട് കൊണ്ടുപോയിട്ട്. ഈ ബസിന്റെ പേരെന്താണ് ശ്രീ അബ്ദുൾകുട്ടി? ബസ് തല കിരിഞ്ഞിട്ട് തല മറിഞ്ഞു കിടക്കുകൊണ്ട് പേര് വ്യക്തമല്ല. ഞാൻ നോക്കിയിട്ട് ഡിഫൻഡർ സ്ഥിരമായി ആ റൂട്ടിലുണ്ട്. ഡിഫൻഡർ അല്ലേ? സ്ഥിരമായി ആ റൂട്ടിലുണ്ട് ബസ്സാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഡിഫൻഡർ. ശരി. ആളുകളുടെ പരിക്ക് ഗുരുതരമാണോ? അങ്ങേക്ക് പറയാൻ കഴിയുന്ന വിവരം എന്താണ്? പരിക്ക് ഒരാളുടെ നില ഗുരുതരാണ്. മറ്റുള്ളവരുടെ നിലയുടെ അവസ്ഥ നമ്മൾ വ്യക്തമായി പറയാൻ വയ്യ. അങ്ങനെ സ്പോട്ടിലുള്ളത്. ശരി. ശ്രീ അബ്ദുൾകുട്ടി, എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടി അറിയിക്കണം. എന്തായാലും ആ ബസ് പൂർണ്ണമായും തകർന്നൊരു നിലയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കിടക്കുന്ന കാർ എന്ന് പറയുന്നത് ഈ അപകടത്തിൽ പെട്ടതല്ല. അത് മുൻപ് തന്നെ ഉണ്ടായ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആ ഡിവൈഡറിനോട് അടുത്ത് തന്നെയാണ് വാഹനം കിടക്കുകയും ചെയ്യുന്നത്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്. പക്ഷെ നോക്കൂ, ആ വാഹനത്തിന് പിൻഭാഗമടക്കം പൂർണ്ണമായും തകർന്നു കിടക്കുന്ന സാഹചര്യം, ടയറുകളൊക്കെ വേർപെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരാളുടെ പരിക്കാണ് ഗുരുതരം എന്ന നിലയ്ക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെയുള്ള 2 ആശുപത്രികളിലാണ്, ഒന്ന് താലൂക്ക് ആശുപത്രി, മറ്റൊന്ന് ഒരു സ്വകാര്യ ആശുപത്രി. 2 ആശുപത്രികളിലേക്കായിട്ടാണ് വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ എത്തിച്ചിരിക്കുകയും ചെയ്യുന്നത്.